ഹലോ എവരിവൺ 99.3 ഏതൊരു ജെയ് ആസ്പിറന്റിന്റെയും സ്വപ്ന തുല്യമായ പെർസെന്റൈൽ. ആ പെർസെന്റൈലും വാങ്ങിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലൊന്നായ NIT ഏറ്റവും ബെസ്റ്റ് കോഴ്സായ CS പഠിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എൻ്റെ കൂടെ. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ അദ്ദേഹം മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ഇവിടെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം കൊണ്ടുവരിക എന്ന് വെച്ചാൽ കൊണ്ടുവന്നതല്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്, അഥവാ NIT ക്യാമ്പസിലേക്ക് വന്നതാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ NIT ലൈഫൊക്കെ തുടങ്ങി ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ആയി, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ നമുക്ക് നോക്കാം, വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സഫ്വാൻ ഷാഫി. ഹായ് സഫ്വാൻ. ഹലോ. ഹലോ. താങ്കൾ ദേവദാർ സ്കൂളിൽ +2 ഒക്കെ പഠിച്ച് സൈലത്തിൽ എൻട്രൻസ് കോച്ചിങ് എല്ലാം പഠിച്ച് ഇപ്പൊ NIT കാലിക്കട്ട് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ? ക്യാമ്പസ് അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസാണ്. പിന്നെ പരിപാടികൾ ഇടക്കിടക്ക് പരിപാടികളാണ് അവിടെ. അതാണ് മെയിൻ അല്ലേ? ഓക്കെ. അപ്പൊ ക്യാമ്പസ് ചെറിയ ചെറിയ പരിപാടി ആയിട്ടാണെങ്കിലും പക്ഷെ ഡെയിലി മിക്ക ദിവസങ്ങളിലും അവിടെ പരിപാടിയാണ്. സുലൈമാനി നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ആൽബം നടത്തുന്നവരുടെ ചെറിയ ചെറിയ പരിപാടി, ഡാൻസ് പരിപാടി, അങ്ങനെ. നമുക്കൊരു സമയം പോകുന്നത് അറിയില്ല അല്ലെ? ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി ക്ലാസ് ഉണ്ടാവും, പക്ഷേ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി ക്ലാസ് കഴിഞ്ഞാൽ ഡെയിലി പരിപാടി, ഫുൾ എൻജോയ്മെന്റ്. അടിപൊളിയാണ്. നമുക്കിപ്പോ ഏതോ ഒരു മെയിൻ ഇവന്റ് നടന്നിട്ടില്ലേ? തത്വ. എന്തുണ്ടായി തത്വന്റെ അവസ്ഥ? തത്വ ഉഷാറ് പരിപാടിയായിരുന്നു. ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് തത്വ നടന്നിട്ടില്ലായിരുന്നു. എന്തുപറ്റി? അത് എന്തൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് തത്വ നടന്നിട്ട് ഇപ്പോ 2 വർഷത്തെ ബ്രേക്കിന് ശേഷം പ്രാവശ്യമാണ് തത്വ നടക്കുന്നത്. സംഭവം തത്വം നടക്കുമ്പോൾ ഞങ്ങള് ഫസ്റ്റ് ഇയേഴ്സിന് അത്യാവശ്യം നല്ല പണി ഉണ്ടാവും, പക്ഷെ അത് രസാട്ടാ. സീനിയേഴ്സ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇൻഫ്ര അല്ലെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ. എൻജോയ്മെന്റ് അല്ലേ? അപ്പൊ നമ്മള് നൈറ്റ് നമ്മളെ സീനിയേഴ്സിന്റെ ഒപ്പം തന്നെ ആവും, പക്ഷെ റാഗൊന്നും ചെയ്യില്ല, റാഗിങ് പരിപാടി ഒന്നും ഇല്ല. നമ്മള് അപ്പൊ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ലാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു നമുക്ക് പൊറോട്ട ഇറച്ചി രസമാണ്. സീനിയേഴ്സിനായിട്ട് നല്ല കമ്പനി ആവാൻ പറ്റുമോ തത്വന്റെ ടൈമിലൊക്കെ. പക്ഷേ വേറെ സംഭവമുണ്ട്, നമ്മള് സെക്കൻഡ് ഇയേഴ്സ് ആകുമ്പോൾ നമ്മളാണ് ഇവരെ ഫസ്റ്റ് ഇയേഴ്സിനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. അതിൽ ഒരുപാട് വലിയൊരു പോസിറ്റീവ് ഉണ്ട്. അത് എല്ലാ ക്യാമ്പസുകളിലും പ്രീമിയർ ക്യാമ്പസുകൾക്കുള്ള സംഭവമാണത്. അതിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വേണം പണിയെടുക്കുന്നു, സെക്കൻഡ് ഇയർ നമ്മൾ എന്താക്കുന്നു, പണി എടുപ്പിക്കുന്നു. അപ്പൊ 2 തരത്തിൽ, അതായത് നമുക്ക് ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യാനും എന്നാൽ അടുത്ത ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. പറയാൻ മാത്രമല്ല, ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മരത്തുമ്പോൾ കയറി ലേറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ കോമഡിയുടെ സംഭവം ഒരു രസമാണ് അല്ലേ? സ്പെഷ്യൽ വൈബാണ് അല്ലേ? പോട്ടെ, ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സുകള് സംഭവം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ച വെറും 4 മണിക്കൂർ ക്ലാസ്. 4 മണിക്കൂർ ക്ലാസ് ഉള്ളൂ? രാവിലെ മുതൽ ഉച്ച വരെ മാത്രം ക്ലാസ് ഉള്ളൂ. എല്ലാ ദിവസവും അങ്ങനെയാണോ? ഫസ്റ്റ് സെമ്മ് ഇപ്പം 2 ബാച്ച് ഉണ്ടാവുക. ഒന്ന് മോർണിംഗ് ബാച്ച് ഉണ്ടാവും, ആഫ്റ്റർനൂൺ ബാച്ച് ഉണ്ടാവും. മോർണിംഗ് ബാച്ചിനാണെങ്കിൽ ഫസ്റ്റ് സെമ്മ് ഫുള്ള് മോർണിംഗ് ബാച്ച്, അടുത്ത സെമ്മില് ആഫ്റ്റർനൂൺ ബാച്ച്, അങ്ങനെ ആവും. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ്. ഫുൾ ഫ്രീയിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി പങ്കെടുക്കാം. പിന്നെ ആ 4 മണിക്കൂർ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ ഒരു ക്ലാസ് പ്ലസിലോട്ടാണ്. ശരിക്കും 3 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. 1 മണിക്കൂർ ചിലപ്പോൾ എടുക്കും, അത്രേ ഉള്ളൂ. 3 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. ബാക്കി നമുക്ക് വേണമെങ്കിൽ കരിക്കുലർ ആക്ടിവിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസിനാണ് മെയിൻ ആയിട്ട്. കമ്പ്യൂട്ടർ സയൻസിന് തീരെ ക്ലാസ് ഇല്ല, വെറും 3 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. സാറിന് മൂടുണ്ടെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ ക്ലാസ്. അതൊരു പ്രത്യേകതര ലൈഫാണല്ലേ? കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് പഠിക്കാനുള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല പാക്കേജ് ഒക്കെ കിട്ടി പോകണം. യെസ്, അത് അത്യാവശ്യം പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് മക്കളെ, അതാണ് ഹൈലൈറ്റ്. നമ്മൾ വിചാരിക്കും NIT അല്ല എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ടൈം ക്ലാസ് ആയിരിക്കും. അത് നമ്മളൊരു ദിവസത്തിൽ അല്ലേ സാധാരണ ഒരു 3-4 മണിക്കൂറാണ് ക്ലാസ് ഇരിക്കുക, ബാക്കി 20 മണിക്കൂർ നമ്മൾ എന്താണ് ഫ്രീ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ആക്ടിവിറ്റീസിന് വേണമെങ്കിലും എന്താക്കാം, നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലത്തെ ഒരു ലൈഫിലേക്കാണ് ഞങ്ങൾ എന്താക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതിനെന്താ ചെയ്യണം? അതിന് ഇപ്പോ നിങ്ങൾ നല്ല അടിപൊളി പ്രിപ്പറേഷനിലായിരിക്കും. പക്ഷെ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല മറ്റേ സെൽഫ് ഫോണൊക്കെ നമുക്ക് ഫ്രീ ടു യൂസ് ചെയ്യുന്നല്ലോ. നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ ഫോൺ ഫുൾ ടൈം ഉണ്ടാവും. പക്ഷെ ഇത് ഞങ്ങളെ സീനിയേഴ്സിനോടൊക്കെ ഇവിടെ NIT പഠിക്കുന്ന പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ ഇതിനെ പറ്റി NIT പറ്റിയൊക്കെ പറയും. അപ്പൊ നമുക്ക് ഉഷാറാണ്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെ മാത്രം പഠിച്ചത്. അതായത് ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അല്ലല്ല, today's pain tomorrow's gain. Yes, that's it. Okay, today's pain tomorrow's gain അല്ലേ? നമ്മൾ ഇപ്പൊ നന്നായിട്ട് അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. ഇതേപോലത്തെ നല്ല കിടക്കാച്ചി ലൈഫ് നമ്മുടെ മുമ്പിലേക്ക് കിടപ്പുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ പ്രിപ്പറേഷനിൽ സൈലം സഹായിച്ചത്?
ഓ സൈലം കുറെ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. മിഷൻ 99 അങ്ങനെ LMRP അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്സും കാര്യങ്ങളൊക്കെ LMRP എന്ന് പറഞ്ഞ സാധനം കൊണ്ട് മാത്രമാണ് ഞാൻ കഴിച്ചിലായത്. അങ്ങനെ തന്നെ സൈലം കുറെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ NIT കാലിക്കറ്റ് എത്താനുള്ളത് അതിലുണ്ട്. മിനിമം അല്ലെ? ഓക്കെ, മിനിമം എന്ന് പറയുന്നത് NIT കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 5 NITs ലിസ്റ്റ് ചെയ്യപ്പെട്ട കോളേജാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് കോഴിക്കോട് ആയതുകൊണ്ട് അവിടെ അടുത്തായതുകൊണ്ട് അങ്ങനെ ചെറുതാന്നും വിചാരിക്കണ്ട അല്ലെ? അടിപൊളി കേട്ടോ ക്യാമ്പസ്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവല്ലോ ക്യാമ്പസ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ക്യാമ്പസുകളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ സഫ്വാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അവസാനമായിട്ട് കുട്ടിയോട് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതായത് ഇനിയുള്ള ആസ്പിറൻസിനോട് പറയാനുള്ള വെച്ചാല് നിങ്ങൾക്കറിയില്ലേ, പഠിക്കുക, ചാടി നിൽക്കുക, എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ കോഴ്സുകൾ സഹായിച്ചിട്ടുണ്ടോ? സാറൊക്കെ ഉണ്ടാവുമ്പോ വീണ്ടും ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എനിവേ അങ്ങനെയാണ് നമ്മുടെ എന്താ പറയാനുണ്ട്. ഉറക്കം ഒരു 6 മണിക്കൂർ കറക്റ്റ് ഉറങ്ങണട്ടോ. അപ്പൊ കുറെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് 3 മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ ഫുൾ ടൈം പഠിക്കുക, അതൊന്നും ശരിയില്ല. ഒരു 6 മണിക്കൂർ കറക്റ്റ് ഉറങ്ങിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് പവർ നാപ്പ് എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാം. അതായത് കൃത്യമായ ഇടവേള ബ്രേക്ക് എടുക്കുക അല്ലെ? കറക്റ്റ് 6 മണിക്കൂർ ഉറക്കം എന്തായാലും വേണം. അപ്പോ അതെ, അതായത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബ്രെയിന് അല്ലെ നമ്മളെ ഫെറ്റീക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബ്രെയിൻ ഷാർപ്പ് അല്ലാതായി പോകുന്നു തോന്നുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പഠിത്തത്തിലേക്ക് പോവാ. അപ്പൊ ബ്രേക്കിന്റെ സമയത്ത് എന്ത് ചെയ്യാം? നമ്മള് പവർ നാപ്പ് ആണോ ഉദ്ദേശിച്ചല്ല? ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കളിക്കുക, റീൽസ് കാണരുത്, കാരണം അതിലേക്ക് അങ്ങനെ പോയി പോകും, അഡിക്റ്റഡ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ആ ടൈമിൽ പഠിച്ചോണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത്, അലമ്പാക്കരുത്. ശരിയല്ലേ? യെസ്, വേണമെങ്കിൽ പാട്ട് കേട്ടോളൂ. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടോ? ഇല്ല, പഠിക്കട്ടെ അല്ലെ? പഠിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഫ്വാനിക്ക അടുത്ത വർഷം അടുത്ത വർഷം വരുന്ന ജൂനിയേഴ്സിൽ അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് NIT കാലിക്കറ്റിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം ഇതേപോലത്തെ ക്യാമ്പസുകൾ നമുക്ക് എത്തിച്ചേരാം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ബൈ പറയുന്നു അല്ലേ? ബൈ.